സി ജോസഫ് വിജയനും ഞാൻ ഈ സി ജോസഫ് വിജയ് എന്ന ഞാൻ എന്ന് പറയുമ്പോഴേ ഏറ്റവും കൂടുതൽ കുരുവൊട്ടുന്നത് ആർക്കാ നിങ്ങൾക്കറിയോ? DMKക്കോ അല്ലെങ്കിൽ ADMKക്കോ ഒന്നും അല്ല കേട്ടോ. ഏറ്റവും കൂടുതൽ കുരുവൊട്ടുന്നത് തമിഴ്നാട്ടിലെ സംഖ്യകൾക്കും അല്ല കേട്ടോ. ആർക്കാണെന്നറിയോ? കേരളത്തിലെ സംഖ്യകൾക്കാണ്. അതെ, കേരളത്തിലെ സംഖ്യകൾക്കാണ് വിജയ് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പം ഏറ്റവും കൂടുതൽ കുരുവൊട്ടുന്നത്. കാരണം എന്താണ്? അവിടെ ഒരു ഹിന്ദു എന്താ പറയുക CM ആണെങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നു. പക്ഷേ ഇതൊരു ക്രിസ്ത്യനായിപ്പോയി ജോസഫ് വിജയ്. അവർ ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ ഇവിടെ ഇരുന്ന് കുരുപൊട്ടി രാവിലെ മുതൽ എത്ര വീഡിയോസ് ആയിട്ടെന്ന് നിങ്ങൾക്കറിയോ? സംഗീത ചാനലുകളിൽ നിന്ന് എടുത്തു നോക്ക്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കാണിച്ചത് നിങ്ങൾക്ക് ഇതാ. അതായത് ഏറ്റവും വലിയ എന്താ പറയുക ഈ സംഘിക്കാട്ടങ്ങളൊന്നും സംസാരിക്കുന്ന ചാനലുകളിൽ ഒന്നിൻ്റെ ഒരു എന്താ പറയുക തമ്മിലാണ് നിങ്ങൾ കണ്ടത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞു, വിജയുടെ അവസ്ഥ ഗുരുതരം. രണ്ടാമത്തത് വിജയ് ചെയ്തത് തെറ്റ്, അതെന്താണ് എന്നാണ് പറയുന്നത്. പിന്നത്തത് വിജയ്ക്ക് പിന്നിൽ ജോണും ബൈബിളും. പിന്നത്തത് വിജയ് മുഖ്യമന്ത്രിയായി, നിഗൂഢതകൾ പുറത്ത് വരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഏറ്റവും വലിയ സംഘിക്കാട്ടം ഇവാഞ്ചലിസ്റ്റ് ഭരണം. ഒന്നല്ല, ഇങ്ങനത്തെ 100 കണക്കിൽ വീഡിയോസ് വന്നു കഴിഞ്ഞു ഇന്നലെ ഇന്നുമായിട്ട്, അല്ലെങ്കിൽ വിജയ് ജയിച്ച ആ സമയം മുതൽ. കാരണം എന്താ? ജോസഫാണ് തമിഴ്നാട് ഭരിക്കുന്നത്. ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ, അവിടുത്തെ ഒരു സംസ്ഥാനത്ത് എങ്ങനെ ഒരു ക്രിസ്ത്യൻ ആൾ ഭരിക്കുക? ഇവിടെ അതേ പ്രശ്നങ്ങളാണ്. ഇവിടെയും നമ്മുടെ ഇവിടെ ഇപ്പം വലിയ പ്രശ്നങ്ങളില്ലാത്ത എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? ഇവിടെ ഭരിക്കുക അപ്പം ഒന്നുകിൽ KC ആയിരിക്കും, അല്ലെങ്കിൽ VD സതീശനായിരിക്കും, അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തല. ഈ 3 പേരും വലിയ പ്രശ്നമില്ല. അതേ സ്ഥാനത്ത് ഒരു കുഞ്ഞാലിക്കുട്ടിൻ്റെ പേര് വന്നപ്പോൾ ഇവിടെ ഇളയത് കണ്ടില്ല നിങ്ങൾ? വെറുതെ കുഞ്ഞാലിക്കുട്ടിൻ്റെ പേര്, കുഞ്ഞാലിക്കുട്ടിയാണ് മുതിർന്ന ഏറ്റവും നല്ലൊരു നേതാവ് എന്ന പേര് വന്നപ്പോഴേക്കും അപ്പുറത്തെ വിഷപ്പാമ്പ് ചാടി കൊത്തി. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എല്ലാ സംഖ്യക്കും കൊത്തു കൊടുത്തിട്ടുണ്ട്. വിഷം അങ്ങനെ ചീറി നിൽക്കണം എല്ലാത്തിനും. അതാണ് അതിന് സ്ഥാനത്ത് ഇനി വേറെ ഏതെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലോ തീർന്നേനെ, ആ പേര് വന്നേനെ. അപ്പോൾ ഇവിടെ വലിയ പ്രശ്നം വരാത്തത് ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ്. ഇനി അവിടെ വലിയ പ്രശ്നമായത് ജോസഫ് ആയതുകൊണ്ടാണ്. സത്യം നിങ്ങളൊരു കാര്യം എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യയിലേക്ക്, നോർത്ത് ഇന്ത്യ നിങ്ങൾ വിട്, നോർത്ത് ഇന്ത്യയിൽ വിഷം ചേറ്റുന്ന സംഘിക്കാട്ടങ്ങളെ നിങ്ങളങ്ങ് വിട്ട് സൗത്ത് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്വേഷം പറയുന്ന അല്ലെങ്കിൽ വിഷം ചീറ്റുന്ന സംഘികളുള്ളത് നമ്മുടെ കേരളത്തിലാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കേണ്ടി. നിങ്ങൾ തമിഴ്നാട് എടുത്തോ, കർണാടക എടുത്തോ, തെലുങ്കാന എടുത്തോ, ഇവിടെയൊക്കെ എടുത്തു കഴിഞ്ഞാലും ഇവിടെയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വിഷം ചീറ്റാണ്ടല്ലോ ആളുകളുടെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇസ്ലാമോഫോബിയ കൊണ്ടുവരിക, അല്ലെങ്കിൽ മറ്റ് മതങ്ങളെ ചീത്ത മോശം പറഞ്ഞിട്ട് തമ്മിലടുപ്പിക്കാൻ നോക്കുക നമ്മുടെ കേരളത്തിലെ സംഘിക്കാട്ടങ്ങളാണ്. അതിന് പ്രധാന കാരണം നമ്മുടെ കേരളത്തിൽ ഇച്ചിരി പ്രബുദ്ധത കൂടുതലാണ്, കുറച്ച് എന്താ പറയുക പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ കൂടുതലാണെന്നുള്ളതുകൊണ്ട് സംഘിക്കും കുറച്ചൊക്കെ പഠിത്തം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഒരു പൊതുവിദ്യാഭ്യാസം കിട്ടുന്നത് കൊണ്ടേ. നോർത്ത് ഇന്ത്യയിൽ അതില്ല. നോർത്ത് ഇന്ത്യയിലെല്ലാം 10ാം ക്ലാസ്സും ഇല്ല, 1ാം ക്ലാസ്സും കുസ്തിയാണ് നമുക്ക് വേണം പറയാം. അപ്പോൾ ആ സംഘികളെ എളുപ്പത്തിൽ ഈ നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും കൊല്ലടാന്ന് പറഞ്ഞാൽ ഓടിപ്പോയി കൊന്നോളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ചിന്തിക്കാനും അല്ലെങ്കിൽ വലുത് പറയാനുള്ള കഴിവില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പം കുറച്ച് പഠിച്ച സംഖ്യകൾ ആ കൂട്ടത്തിലില്ല. അപ്പോൾ ഈ സംഖ്യക്ക് അറിയാം, സംഖ്യകൾ ഇങ്ങനെ മറ്റേ വാളും എടുത്ത് ആളെ കൊല്ലാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് അവൻ്റെ ചുക്കാമണി വെട്ടിട്ട് വിടും എന്നുള്ളത് അറിയാം. സംഖ്യക്ക് എല്ലാത്തിനും പണി കിട്ടുന്ന അറിയുന്നതുകൊണ്ട് സംഖ്യ എന്ത് ചെയ്യും? വീട്ടിലിരുന്നിട്ട് ഇതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇതേപോലത്തെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും യൂട്യൂബിലൊക്കെ ഇരുന്നിട്ട് വിദ്വേഷം ഇങ്ങനെ പറയും. അതായത് മാക്സിമം ആളുകൾ എങ്ങനെയെങ്കിലും അടുപ്പിച്ച് ഇവരുടെ ഉള്ളിലോട്ട് ഈ വിഷം കയറ്റി വെക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ കേരളത്തിലെ സംഖ്യകൾ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിഷം കൂടിയാനുള്ളത് കേരളത്തിലെ സംഘിക്കാട്ടങ്ങൾക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം അവിടെ ജോസഫ് വിജയ് എന്താ പറയുക CM ആയതിൽ ഏറ്റവും കൂടുതൽ ഇവിടെ അങ്ങനെ ഇളകുന്നത് സംഘികൾക്കായതുകൊണ്ട്. അപ്പം നമുക്ക് ഏതായാലും അത് നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ നമ്മുടെ നാട്ടിലെ സംഘികളുടെ ഇപ്പോഴത്തെ ഒരു കുരുപൊട്ടലിൻ്റെ അവസ്ഥ. വളരെ രസമാണ്. 1-2 വീഡിയോസൊക്കെ ഉണ്ട്, കാണാൻ ഭയങ്കര രസമാണ്. ആ വീഡിയോൻ്റെ ഒരു ക്ലിപ്പ്, ചെറിയൊരു ക്ലിപ്പ് ഞാൻ വെക്കാം കേട്ടോ. അങ്ങനെ സൈക്കിളില്ല, അതാണിത് കേട്ടോ. வணக்கம் நண்பர்களே, எப்படி இருக்கு மாஷே? இப்போ எப்படி இருக்கு? தமிழ் கொஞ்சம் தான் தெரியும். ஆனா இந்த வேளையில் தமிழ் പറയാതിരിക്കാൻ முடியல. ശരിയാണോ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും തമിഴ്നാടിൽ ഇളയ ദളപതി അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തു. ഒരുപാട് ഓടിച്ചു ഗവർണർ അങ്ക ഇങ്ക എപ്പടിയൊക്കെയോ അങ്ങനെ പണിയിട്ട് അപ്പടി ഒന്ന് ഏക്കല് വിജയ്, ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി. ഒരുപക്ഷേ കേരളത്തിലാണെങ്കിൽ ഇടത് വലത് ഇടത് അല്ലെങ്കിൽ ഇടത് തന്നെ. നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഈ കുരുപൊട്ടലിന്റെ ഒരു അവസ്ഥ, മൂർധന്യാവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവം കേട്ടോ. കുരുപൊട്ടലിന്റെ മൂർധന്യാവസ്ഥ എന്ന് പറഞ്ഞാലാണ്. ഏതാണെങ്കിലും ഇതാണ് നമ്മുടെ നാട്ടിലെ സംഘികളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഏതായാലും നമ്മൾ സംഘികളെ വിട്ടേക്കഞ്ഞി സംഘികൾ അവിടെ കിടന്ന് കുരുപൊട്ടി ചത്തൊലിക്കട്ടെ, ചത്ത് മലയ്ക്കട്ടെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. വിജയുടെ ഇന്നത്തെ ഒരു സത്യപ്രതിജ്ഞ നിങ്ങളെല്ലാവരും കണ്ടു കാണും അല്ലേ? ജോസഫ് വിജയ് എന്ന ഞാനും എന്നും പറഞ്ഞിട്ട് ആ തുടങ്ങുന്നതിൽ ഒരു വല്ലാത്തൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. ആ പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ, ഒരു 14 മിനിറ്റിൻ്റെ ഒരു സ്പീച്ച് അവിടെ ഉണ്ട്. ഭയങ്കര രസമാണ് കേൾക്കാൻ. തുടക്കം മുതൽ അവസാനം വരെ കേൾക്കാൻ ഭയങ്കര രസമാണ്.
പക്ഷെ അതിൽ കുറേ വാഗ്ദാനങ്ങളും കുറേ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഏത് കാര്യങ്ങളും പോസിബിൾ ആക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ ഷോർട്ട് കട്ട് ചെയ്തിട്ട് 5 മിനിറ്റിൻ്റെ വീഡിയോ ആക്കിയിട്ടുണ്ട്. അതിലേറ്റവും എനിക്ക് ഭയങ്കര രസകരമായി തോന്നിയ കുറച്ച് ഭാഗങ്ങൾ, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഭയങ്കര രസമാണ് കേൾക്കാൻ. മിസ് ചെയ്യേണ്ട, അത് വെറുതെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. തമിഴ് നോർമൽ തമിഴാണ്, സെൻ തമിഴൊന്നുമില്ല, സാധാരണ തമിഴ് സംസാരിച്ച കുറച്ച് ഭാഗങ്ങൾ ഭയങ്കര രസമാണ് കേൾക്കാൻ. ഒന്ന് കേട്ട് നോക്ക്. சி ஜோசப் விஜய் எனும் நான் அதை உண்மையாக்கி இருக்கிறீங்க. உண்மையிலே நான் ஒன்றும் பெரிய மன்னர் பரம்பரையிலிருந்தெல்லாம் வந்துடல. அந்த மாதிரி தான் உங்களில் ஒருத்த மாதிரி தான், உங்கள் குடும்பத்தில் ஒருத்த மாதிரி தான், உங்கள் புள்ள மாதிரி தான், உங்கள் மகன் மாதிரி தான், உங்கள் அண்ணன் மாதிரி தான், உங்கள் தம்பி மாதிரி தான். நீ வா விஜய், நாங்களா இருக்கோம், பார்த்துக்கிறோம். விஜய் தம்பி நீ வா, நாங்கள் இருக்கோம். விஜய் தம்பி நீ வா, நாங்கள் இருக்கோம். அண்ணா நீ வாடா, நாங்களா இருக்கோம். நண்பா நீ வா நண்பா, நாங்களா இருக்கோம்னு சொல்லி என்னுடைய உறவுகளே, என்னுடைய சொந்தங்களே, நான் ஒன்றும் தேவ தூதன்லாம் கிடையாது. நானும் ஒரு இயல்பான ஒரு வாழ்க்கை வாழ்கிற ஒரு சாதாரணமான மனுஷன்தான். நான் முன்னாடியே சொன்ன மாதிரி அது செய்வேன் இது செய்வேன்னு பொய்யான வாக்குறுதிகள்லாம் கொடுத்து உங்களை நான் ஏமாற்ற மாட்டேன். எது சாத்தியமோ அது மட்டும்தான் நான் செய்வேன். இம்மிடியட்டாக உங்கள் மனசில் ஒரு கேள்வி ஒன்று வரலாம், அப்போ சாத்தியம் இல்லாததை செய்ய மாட்டாங்களா, செய்ய முடியாதா அப்படின்ற ஒரு கேள்வி ஒன்று வரலாம். இத்தனை கோடி மக்கள் என் கூட இருக்கும் போது எது வந்தாலும் பார்த்துக்கலாம், என்ன வந்தாலும் பார்த்துக்கலாம் அப்படின்ற அந்த கான்ஃபிடன்ஸ் என் மனசுல இருக்கு. இன்னைக்கு நம்ம தமிழ்நாடு கவர்மெண்ட் இருக்கிற அந்த நிலைமையை பத்தி நான் உங்ககிட்ட நான் சொல்லணும். கிட்டத்தட்ட 10 லட்சம் கோடிக்கு மேல கடன் வாங்கி வச்சுட்டு போயிருக்கிற இன்னைக்கு அந்த தமிழ்நாடு அரசு இருக்கிறப்போ, கஜானாவை சுத்தமா தொடச்சி வலிச்சு வச்சுட்டு போயிருக்கிறப்போ, தூக்க முடியாத சுமையை ஏத்தி வச்சுட்டு போயிருக்கிறப்போ, அப்படிப்பட்ட ஒரு நிலைமையில தான் இந்த பொறுப்பை நம்ம கையில் எடுத்திருக்கிறோம். உடனே நீங்க நினைக்கலாம், என்னடா இவர் ஏதோ பொறி வச்சு பேசுறாரா அப்படின்ட்டு. அப்படியெல்லாம் எதுவுமே கிடையாது. உள்ள போய் பார்த்தா தான் தெரியும் எது எந்த நிலைமையில இருக்குன்னு, என்ன இருக்கு என்ன இல்லை, எது எந்த நிலைமையில இருக்கு எது எந்த நிலைமையில இல்லை. ஸோ அதையெல்லாம் பார்த்துட்டு உங்களுக்கு ஒரு வெள்ளை அறிக்கையா அதை வெளியிடணும்னு நான் நினைக்கிறேன். ஒரு டிரான்ஸ்பரண்டான ஒரு கவர்மெண்டா, அதாவது இன்னைக்கு நம்ம தமிழ்நாடு கவர்மெண்ட் இந்த நிலைமையில தான் இருக்கு அப்படின்றத உங்ககிட்ட சொல்லிட்டு ஐ ஜஸ்ட் வாண்ட் டு டேக் இட் ஃபார்வர்ட் ஃப்ரம் தேர். என்ன அவமானப்படுத்துறவங்களாகவே இருந்தாலும், என்னை கஷ்டப்படுத்தினவங்களாகவே இருந்தாலும், அவங்களும் என் மக்கள் தானே. நண்பர்களாக இருந்தாலும் எதிரிகளாக இருந்தாலும் 8 கோடி மக்களும் என் மக்கள் தானே. நான் முன்னாடியே சொன்ன மாதிரி மக்கள் பணத்துல இருந்து ஒரு பைசா கூட நான் தொட மாட்டேன். எனக்கு அது அவசியமும் இல்லை. அது உங்களுக்கு நல்லாவே தெரியும். இந்த விஜய் தப்பு பண்ண மாட்டான், தப்பு பண்ணவும் விட மாட்டான். அது யாராக இருந்தாலும் சரி, என்னோட கவர்மெண்ட்ல என் கூடவே இருக்கிறவங்களாகவும் சரி விட மாட்டான். சப்போஸ் யாருக்காவது அப்படி ஒரு எண்ணம் மனசுல இருந்துச்சுன்னா, நம்ம ஜெயிச்சுட்டோம், ஒரு ஆட்டம் ஆடி பார்க்கலாம் அப்படின்ற எண்ணம் யாருக்காவது இருந்துச்சுன்னா இப்பவே இந்த நிமிஷமே அதை எரேஸ் பண்ணிருங்க. இந்து முஸ்லிம் கிறிஸ்தவர்களுக்கான முகம் தான் இந்த விஜயினுடைய முகம். அதுல 100% நீங்க இந்த விஜயை நம்பலாம். வாங்க எல்லாருமா சேர்ந்து ஒரு ஃப்ரெஷ் கவர்னன்ஸ், ஒரு நியூ கவர்னன்ஸ் ஒன்று கொடுப்போம். This is a new beginning. A new era of a real secular social justice starts now. My brother திரு ராகுல் காந்தி அவர்கள் സ്ത്രീ സുരക്ഷയ്ക്കായി സ്ക്വാഡ്, ലഹരി നിർമാർജനത്തിനായി സ്ക്വാഡ്, അങ്ങനെ
പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ, തമിഴകം കാത്തിരുന്ന പ്രഖ്യാപനങ്ങൾ കൂടി നടത്തിയിരിക്കുന്നു. അഴിമതി വച്ചു പൊറുപ്പിക്കില്ല. അത് ആരാണെങ്കിലും, തൻ്റെ കൂടെ ഇരിക്കുന്നവരാണെങ്കിലും അഴിമതി വച്ചു പൊറുപ്പിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ സ്വത്ത് കട്ടെടുക്കേണ്ട ആവശ്യം തനിക്കില്ല എന്നുകൂടി അദ്ദേഹം ഉറപ്പ് കൊടുക്കുകയാണ് തമിഴകത്തിന്. മാത്രമല്ല DMK രാഷ്ട്രീയമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. ഖജനാവ് കാലിയാണ് എന്ന് അദ്ദേഹം തമിഴകത്തോട് പറഞ്ഞിരിക്കുകയാണ്. താൻ ഏറ്റവും സാധാരണക്കാരനായ താൻ, ഒരു സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ മകനായ തനിക്ക് വിശപ്പിന്റെ വിലയറിയാം. അവിടെ നിന്നാണ് വളർന്നു വന്നത്. ഒരു ദൈവദൂതനായല്ല വന്നത്, സാധാരണക്കാരനായാണ് നിങ്ങളിലേക്ക് ഇറങ്ങി വന്നത് എന്ന് പറഞ്ഞ് 8 കോടി ജനതയ്ക്കും, തമിഴകത്തിലെ 8 കോടി ജനതയ്ക്കും, അതിൽ വിജയ്ക്കെതിരെ പ്രവർത്തിച്ചവർക്കും എല്ലാം നന്ദി പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും തന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും സന്ധിക്കാം എന്ന് പറഞ്ഞാണ് വിജയ് ആ വേദി വിടുന്നത്. ഇനി ഇപ്പോൾ മനസ്സിലായില്ലേ, എന്തൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് എനിക്ക് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ഒന്നുമില്ല, എല്ലാം ഒന്നാണ്. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സംഖ്യകൾക്ക് കുരുപൊട്ടുന്ന കാര്യങ്ങൾ. എനിക്ക് എല്ലാവരും ഒന്നാകണം. എന്നെ ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ച്, അല്ലെങ്കിൽ വെറും ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടിരുന്ന ഒരാളുടെ മകൻ ജീവിക്കാൻ കഷ്ടപ്പാടുകളിൽ നിന്നും വന്നിട്ട് ഇത്രയും വലിയൊരു നിലയിൽ എത്തിച്ചു. എനിക്ക് വേണ്ടി നിങ്ങളുടെ ഇത്രയും വലിയൊരു സപ്പോർട്ട് തന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി, നാരീ ശക്തി എന്നും പറഞ്ഞ് പുറത്തുനിന്ന് പ്ലക്കണ പരിപാടിയല്ല കേട്ടോ, അത് ഉത്തരേന്ത്യയിൽ അതല്ല. അതിന് പകരം ഇവിടെ നമ്മുടെ ഈ സ്ഥലത്ത്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നാരീ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കാനും മറ്റ് അഴിമതി കാര്യങ്ങളെല്ലാം നിർത്താനും ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്നും പറഞ്ഞിട്ടായിരുന്നു വിജയുടെ പ്രസംഗം. ഇനി ഏറ്റവും കൂടുതൽ അക്കൂട്ടത്തിൽ മറ്റൊരു കുരുപൊട്ടിയത് ഈ ഒരു സംഭവത്തിലാണ്. രാഹുൽ ഗാന്ധി വേദിയിൽ ഇരിക്കുന്നുണ്ട്. അതും വെറുതെ എവിടെയും ഇവിടെയൊന്നുമല്ല, ഇന്ത്യൻ്റെ ഒപ്പോസിഷൻ ലീഡറാണ്. വിജയുടെ തൊട്ടരികിലുള്ള കസാരയിൽ തന്നെയായിരുന്നു. ഒരുമിച്ച് സംസാരിക്കുന്നു, നിൽക്കുന്നു, നടക്കുന്നു. ഇതൊക്കെ കാണുമ്പം സംഖ്യയ്ക്ക് പൊട്ടി ഒലിച്ച ഗുരു വീണ്ടും പൊട്ടുന്ന അവസ്ഥയാണ് സത്യം. അത് വേറെ കാര്യം. അപ്പോൾ അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്കും KC ക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്കും MA ബേബിക്കും അതുപോലെ ഇവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുള്ള സഖ്യകക്ഷികളായിട്ടുള്ള എല്ലാവരുടെ ദേശീയ നേതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് വിജയ് ആ ഒരു പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടിട്ടാണ് നമ്മുടെ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ നമ്മൾ കാണുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി വിജയ് ഏത് രീതിയിൽ അവിടെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതും, ഇപ്പം എല്ലാവരും DMKയുടെ സപ്പോർട്ട് പിൻവലിച്ച് കോൺഗ്രസ് വിജയ്ക്ക് സപ്പോർട്ട് കൊടുത്തത്, ചിലപ്പോൾ സപ്പോർട്ട് കൊടുക്കേണ്ട കാര്യങ്ങളിൽ സപ്പോർട്ട് കൊടുക്കുക തന്നെ വേണം. അതിന് ചതി എന്നൊന്നല്ല പറയേണ്ടത്. ചതി എന്താണെന്നുള്ളത് നമ്മൾ ബംഗാളിലും ബാക്കി എല്ലാ സ്ഥലങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ചതി എന്താണെന്നുള്ളത് അതെ, അതേപോലത്തെ ചതിയന്മാരായിട്ടുള്ളൊരു പാർട്ടി ബാക്കിയുള്ള അറ്റ്ലീസ്റ്റ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വരാണ്ടിരിക്കാനുള്ള എല്ലാ വഴികളും അത് കോൺഗ്രസും ബാക്കി ഇവിടുത്തെ സംസ്ഥാന പാർട്ടികൾ നോക്കുന്നുണ്ട്. അതിവിടെ നടന്നു പോകുന്നുണ്ട്. രാഹുൽ ഗാന്ധി കൊടുത്തു. എനിക്കും ഇപ്പം ഒരു 10, 30 അല്ല 50 വർഷത്തിനിടയ്ക്ക് കോൺഗ്രസിൻ്റെ 2 മന്ത്രിമാർ ആദ്യമായിട്ടായിരിക്കും തമിഴ്നാട് മന്ത്രിസഭയിലോട്ട് വരുന്നത്. കോൺഗ്രസിൻ്റെ 2 MLA മാരും മന്ത്രിമാരാകുന്നുണ്ട് അവിടെ. അതുമാത്രമല്ല ഇനി നിയമസഭ വരുന്ന സമയത്തും ഈ ഒരു സഖ്യം എത്രത്തോളം സ്ട്രോങ് ആവും എന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇനി നിയമസഭയിലോട്ട് വരുമ്പം അത് ഒരു തമിഴ്നാട്ടിൽ മാത്രം വിജയ് ഒതുങ്ങി നിൽക്കാണ്ട് ഒരു സൗത്ത് ഇന്ത്യ മൊത്തം വ്യാപിക്കുന്ന രീതിയിലോട്ടുള്ള പലതരം ചർച്ചകൾ നടന്നു എന്നതിൽ പറയുന്നുണ്ട്. വിജയുടെ 2 വർഷത്തെ ഒരു ഇത് നമ്മൾ കണ്ടുല്ലേ, എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, എങ്ങനെയാണ് തമിഴ്നാട് പിടിച്ചത്. അപ്പം അത്തരത്തിലുള്ള പല പ്ലാനുകളും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ദേശീയ രാഷ്ട്രീയത്തിലോട്ട് വരെ അത് വളർന്നു വരും എന്ന് നമുക്ക് ചിന്തിക്കാം. കുറേ പേര് അത് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ആയിരിക്കണം രാഹുൽ ഗാന്ധിയുടെയും അല്ലെങ്കിൽ വിജയുടെയും ഉള്ളിൽ നടന്നിട്ടുള്ള സംഭാഷണം, അല്ലെങ്കിൽ ആ ഒരു ഡിസ്കഷനും അത് തന്നെ ആയിരിക്കും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിലോട്ടുള്ള ഈ ഒരു സഖ്യത്തിൻ്റെ ചുവടുവെപ്പും, അല്ലെങ്കിൽ ആ സഖ്യത്തിൻ്റെ ഒരു മൊബിലിറ്റി എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണെങ്കിൽ വിജയ് സത്യപ്രതിജ്ഞ കഴിഞ്ഞു, നേരെ ഓഫീസിൽ വന്നു, സൈൻ ചെയ്തു, മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന വീഡിയോസും വന്നിട്ടുണ്ട്. ആ വീഡിയോസും നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് നടന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് ബാക്കി അപ്ഡേറ്റ് അടുത്തൊരു വീഡിയോയിൽ പറയാം. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം.